നമസ്തേ. മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ എളുപ്പത്തിൽ നോട്ടീസ് ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ? അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് ഒരുപാട്. പക്ഷെ നിങ്ങൾക്ക് ഒരാവശ്യം വരുന്ന സമയത്ത് നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ എളുപ്പത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണോ നിങ്ങൾ? അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വഭാവ വിശേഷതകളിലെ പാറ്റേണുകൾ, സമൂഹത്തിലെ പാറ്റേണുകൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ ആവശ്യ സമയത്ത് സഹായിക്കാൻ ആരുമില്ല. ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രത്യേകതകൾ നിങ്ങൾ സാധൂകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ലോകത്തിൽ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് സൃഷ്ടാവ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ പ്രത്യേകതകളും അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന തിരിച്ചടികളും അതിനുള്ള പരിഹാരങ്ങളുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നമുക്ക് ഓരോ പ്രത്യേകതകൾ എടുത്ത് ആഴത്തിൽ പരിശോധിക്കാം. ഒന്നാമതായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് സത്യാന്വേഷികളായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്യന്തികമായിട്ടുള്ള സത്യം എന്തെന്നുള്ള ഒരു അന്വേഷണ ത്വര ഇത്തരം ആളുകളുടെ ഉള്ളിൽ ഏത് സമയത്തും ഉണ്ടായിരിക്കും. ഇവര് അതുകൊണ്ട് തന്നെ പല മതങ്ങളെക്കുറിച്ച് പഠിക്കും, അല്ലെങ്കിൽ പല രീതിയിലുള്ള വീക്ഷണങ്ങളെക്കുറിച്ച് പഠിക്കും, തത്വശാസ്ത്രങ്ങളെക്കുറിച്ച് പഠിക്കും. ശാസ്ത്രത്തിനെയും ഒരിക്കലും അവർ തള്ളിക്കളയുന്നില്ല. അപ്പൊ എല്ലാ മേഖലകളിലൂടെയും നടന്ന് സത്യം എന്താണ് എന്നുള്ളൊരു അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ സത്യാന്വേഷികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് മർക്കടമുഷ്ടി ഉണ്ടായിരിക്കുകയില്ല. സാധാരണഗതിയിൽ ചില ആളുകളുണ്ട്, അന്ധമായിട്ട് സയൻസിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എത്തീസം പറഞ്ഞു നടക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു മതം പോലെ തന്നെയാണ്. എന്ത് പ്രത്യയശാസ്ത്രത്തിലായാലും തത്വങ്ങളിലായാലും നമ്മൾ എക്സ്ട്രീമായിട്ട് അതിനുവേണ്ടി കിടന്ന് തിളയ്ക്കുകയും വാദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വാദിയായി മാറി എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവിന്റെയോ ഒരു വീക്ഷണത്തിന്റെയോ ഒരു തത്വശാസ്ത്രത്തിന്റെയോ പ്രത്യയശാസ്ത്രത്തിന്റെയോ ഒക്കെ അടിമത്തത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സത്യാന്വേഷണത്തിനെ അത് ബാധിക്കും. അപ്പൊ സത്യാന്വേഷണത്തിനെ നമുക്കൊരിക്കലും ബയാസ്ഡ് അല്ലാതെ അന്വേഷിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ഈ ബയാസ് എന്ന് പറയുന്ന ഈ ഒരു പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൽ തന്നെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിന്ന് സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും അധികം വളർന്നു, ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ മുന്നിൽ ഉണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ പുസ്തകങ്ങളാണെങ്കിലും ഏത് പുസ്തകവും നമുക്കിന്ന് വാങ്ങിക്കാനായിട്ട് ഓൺലൈൻ കൂടെ ആണെങ്കിലും അല്ലാതെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു വിവര സാങ്കേതിക വിപ്ലവത്തിന്റെ യുഗം തന്നെയാണ്. ഇതിലൊന്നും താല്പര്യമില്ലാത്ത ആളുകളുണ്ടായിരിക്കും. ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. ദീസ് ട്രൂത്ത് സീക്കേഴ്സ്, അതായത് ഈ സത്യാന്വേഷികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് സത്യത്തെ തെരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു മാറ്റങ്ങളെയും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അവര് ചേഞ്ചിനോട് അഡാപ്റ്റബിൾ ആണ്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫിറ്റസ്റ്റുമാണ്. ഈ ഫിറ്റസ്റ്റിനെ തന്നെയാണ് എപ്പോഴും ലീഡർഷിപ്പിലേക്ക് നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ യൂണിവേഴ്സ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പം ഇവര് മെന്റലി, ഫിസിക്കലി ആൻഡ് ഇന്റലക്ച്വലി എല്ലാ രീതിയിലും ഒരു ഫിറ്റ്നസോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും, എന്തൊക്കെ പരിമിതികളും കുറവുകളും ഉണ്ടെങ്കിൽ പോലും. സത്യത്താൽ ഒന്ന് തകർന്നു വീഴുന്നെങ്കിൽ അത് തകർന്നു വീഴട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നിലും മർക്കടമുഷ്ടിക്ക് അടിപ്പെടാതെ, കടുംപിടുത്തത്തിന് അടിപ്പെടാതെ, അന്ധമായിട്ടുള്ള വിശ്വാസത്തിന് അടിപ്പെടാതെ വളരെ ഫ്രീ, ഫ്ലെക്സിബിൾ ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സോടുകൂടി പോകുന്ന സമയത്താണ് നമുക്ക് സത്യാന്വേഷണം സാധ്യമാകുന്നത്. അതുപോലെ തന്നെ അഹങ്കാരം എന്ന് പറയുന്ന ഒരവസ്ഥ പല ആത്മീയ നേതാക്കന്മാരെയും ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. സന്യാസിനികളെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. പലരും ഇപ്പോൾ യുവാക്കൾ കടന്നു വരുന്നവരിൽ ഒരുപാട് പേരിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് അതൊരു അഹങ്കാരമായിട്ട് മാറുകയാണ്. ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷെ അതൊരു പ്രൈഡ്, അഭിമാനത്തിനെ നമുക്ക് ഒരു അഹങ്കാരം എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറുന്ന സമയത്ത് അത് ശരിയായിട്ടുള്ള ഒരു അവസ്ഥയല്ല. അപ്പം ഏറ്റവും ഹമ്പിൾ ആയിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളിൽ വിജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഏറ്റവും ഹമ്പിൾ ആയിരിക്കുക എന്നാണ് നമ്മളെ അസെൻഡഡ് മാസ്റ്റേഴ്സ് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പൊ വിനയത്തിന്റെ പാതയിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഞാനിവിടെ സ്റ്റേറ്റ് ചെയ്യുകയാണ്. അത് ആത്മീയതയുടെ മേഖലയിൽ നിന്നല്ല, മറ്റേത് മേഖലയായാലും, രാഷ്ട്രീയമായാലും സിനിമയായാലും ഒക്കെ ഈ വിനയം നിങ്ങളുടെ ഒരു മുഖമുദ്രയായിട്ട് മുന്നിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് ആളുകളെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരികയുള്ളൂ. ഒരിക്കലും ഒരു ധിക്കാരമായിട്ട് പെരുമാറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആർക്കും അവരെ ഇഷ്ടമല്ല. അവരെത്ര ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിലും അവർ താഴെ ഇറങ്ങും. അതായത് അഹങ്കാരികളെ ദൈവം ചിതറിക്കും, അതുപോലെ തന്നെ അഹങ്കരിക്കുന്നവൻ മുഖമടിച്ച് നിലത്ത് വീഴും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ ദേ ആർ ട്രൂത്ത് സീക്കേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇവർ വളരെ വിനയാന്വിതരുമാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് സൃഷ്ടാവ് നന്മ ചെയ്യുവാനായിട്ട് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം വഴി ഒരു സന്യാസ വിഭാഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് കരുതി നിങ്ങൾ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള റിലീജിയസ് റിച്വൽസ് വഴി ഏതെങ്കിലും ഒരു പൊസിഷൻ കിട്ടുകയാണെങ്കിലും അത് നിങ്ങൾ തിരഞ്ഞെടുത്തു, ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയണമെങ്കിൽ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. 2 അടയാളങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള ലക്ഷണങ്ങളിലേക്കാണ് ഞാൻ ഇനി സഞ്ചരിക്കുന്നത്. 2 കാര്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത പോയിന്റിലേക്ക് പ്രവേശിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാനിതിൽ പരിഹാരങ്ങൾ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നത്. ഇപ്പൊ ട്രൂത്ത് സീക്കർ ആണെന്നുണ്ടെങ്കിൽ, ഒരു സത്യാന്വേഷി ആണെന്നുണ്ടെങ്കിൽ അയാളെ തടസ്സപ്പെടുത്തുന്ന ഈ പറഞ്ഞ പോലെ ബയാസുകൾ, അല്ലെങ്കിൽ അയാളുടെ താല്പര്യം കുറഞ്ഞു പോകുന്ന അവസ്ഥകൾ, വഴി മാറിപ്പോകുന്ന അവസ്ഥകൾ, ഏതെങ്കിലും വ്യക്തികൾക്ക് അടിപ്പെടുന്ന അവസരങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് അയാൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് വിധേനയുള്ളതാണെങ്കിലും. പ്രധാനമായിട്ടും വായന അതിന് വളരെ ഒരു പരിഹാരമാണ്. വൈഡായിട്ടുള്ള റീഡിങ്, സ്വന്തം മതഗ്രന്ഥങ്ങൾ മാത്രം വായിച്ചിട്ട് അതിന്റെ മാത്രം കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നതിലല്ല ഇവിടെ വിജയം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് എല്ലാ വിധത്തിലുള്ള പുസ്തകങ്ങളിൽ കൂടെയും കടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വിവരങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ നോളജ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അറിവ് എന്ന് പറയുന്നത് കാറ്റ് പോലെയാണ്. നിങ്ങളുടെ എല്ലാ വാതിലുകളും ജനാലകളും തുറന്നിടുക. അപ്പോൾ അറിവ് അതിൽ കൂടെ ഫ്രീ ആയിട്ട് പ്രവേശിക്കട്ടെ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇതാണ് ഈ ട്രൂത്ത് സീക്കിങ്ങിന്റെ പാതയിൽ നമുക്ക് എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. മാക്സിമം അറിവ് സമ്പാദിച്ചുകൊണ്ടേയിരിക്കുക. അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ നോളജ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള അറിവല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനവും കൂടി ഇതിന്റെ കൂടെയൊക്കെയുണ്ട്. നോളജ് പ്ലസ് വിസ്ഡം, ഇത് രണ്ടും നമ്മൾ മാക്സിമം അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രൂത്ത് സീക്കറെ സംബന്ധിച്ചിടത്തോളം. ഇതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു വിനയാന്വിതരായിരിക്കുന്ന അവസ്ഥ എന്നുള്ളത്. ഈ വിനയം നമ്മുടെ ജീവിതത്തിൽ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഫർമേഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അതായത് സ്വയം ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഐ ആം ഹംബിൾ, ഞാൻ വിനയമുള്ള ആളാണ്. മറ്റുള്ളവരോട് എപ്പോഴും വിനയത്തോടു കൂടി പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെ ഓർക്കുകയാണ്. ഫാദർ ബോബി ജോസ് കട്ടിക്കാട് എന്ന് പറയുന്ന സ്പിരിച്വൽ സ്പീക്കർ, അല്ലെങ്കിൽ തത്വചിന്തകനും എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള കപ്പൂച്ചിൻ വൈദികനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്റെ സുഹൃത്ത് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഒരു ദിവസം ചെല്ലുന്ന സമയത്ത് അവർ ഒരു പള്ളിയിലേക്കാണ് എത്തിയത്. ആ പള്ളിയുടെ മുൻവശത്ത് നിലത്തിരുന്ന് തറ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി. പക്ഷെ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഈ തറ തുടയ്ക്കുന്ന ആളോട് ചോദിക്കാമെന്നുള്ള വിധേന ഇവർ ചെല്ലുന്ന സമയത്ത് ഇവർക്കൊരു സംശയം, അതാരാണ് എന്നുള്ളത്. കാരണം ഒരു ചെരുപ്പ് പോലും ഇടാതെ നിലത്തിരുന്ന് തറ തുടയ്ക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടതെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇത് നല്ലൊരു ഉദാഹരണമാണ്. പക്ഷെ നമ്മുടെ ഇവിടെ പല ആത്മീയ ആചാര്യന്മാരും വളരുന്നതിനനുസരിച്ചിട്ട് അഹങ്കാരം കൂടുകയും, അല്ലെങ്കിൽ ഒരു സാധാരണക്കാര് കാണാൻ ചെന്നു കഴിഞ്ഞാൽ അതിനു പോലും കൂട്ടാക്കാൻ പറ്റാത്ത അവസ്ഥയും, അതുപോലെ തന്നെ ഏതെങ്കിലും ചടങ്ങുകൾ ഉള്ളപ്പോൾ മാത്രം മറ്റുള്ളവന്റെ കാല് കഴുകുകയും ചെയ്യുന്നു. എന്നും കാല് കഴുകണമെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഹംബിൾ ആയിരിക്കുക, വിനയത്തോടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഇടം നേടുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പേരെ കരസ്ഥമാക്കുന്ന ആളുകളുമായിരിക്കും. ഒരുപാട് ആത്മാക്കളെ അവർക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ്. ഈ ലോകം ആത്മീയമായിട്ടുള്ള അവസ്ഥകളിലുള്ള പ്രതീക്ഷയറ്റ് പോവുകയാണ്, അല്ലെങ്കിൽ നശിച്ചു പോവുകയാണ്, കലിയുഗത്തിന്റെ അവസാനമാണ് എന്നൊക്കെ ഇരിക്കുന്ന ഇത്രയും അക്രമങ്ങളും അപകടങ്ങളും നിറഞ്ഞ ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഈ വിനയം കൊണ്ട് നമുക്ക് എല്ലാത്തിനെയും കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിൽ വിജയിക്കുന്ന ആളുകൾ വിനയാന്വിതരായിരിക്കുക എന്നുള്ളത്. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യവുമായിട്ട് കുറച്ച് വിരോധാഭാസത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു മാക്സിമം നോളജ് ഗെയിൻ ചെയ്യണം എന്നുള്ളത്. ഈ നോളജ് ഗെയിൻ ചെയ്യുന്ന സമയത്ത്, ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യുന്ന സമയത്ത് അതിനെയും നേരത്തെ പറഞ്ഞ ഒരു ഫ്ലെക്സിബിൾ മൈൻഡ് സെറ്റോട് കൂടി നമുക്ക് സമീപിക്കാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ ഈ നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മളെ റൂൾ ചെയ്യാനായിട്ട് പാടില്ല. ഈ നോളജും ഇൻഫർമേഷനും നമുക്ക് തരുന്നത് ഈ ലോകമാണ്, ലോകത്തിലെ ജനങ്ങളാണ്, അല്ലെങ്കിൽ മനുഷ്യരാണ്. ഞാൻ പറയുന്നു മനുഷ്യനെ ഫോളോ ചെയ്യാതിരിക്കുക. അപ്പൊ ചില പുസ്തകങ്ങൾ വായിക്കുമ്പം, അല്ലെങ്കിൽ ചില തത്വശാസ്ത്രങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ നമുക്ക് ആ വ്യക്തികളോടുള്ള ഒരു ആരാധന, ആ തത്വശാസ്ത്രത്തിനോടുള്ള ഒരു ആരാധന മൂലം നമ്മൾ അതിലേക്ക് ബ്ലൈൻഡായിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പം ഈ മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻഫർമേഷനെ ഫോളോ ചെയ്യുന്നതിന് പകരം റെവലേഷൻസിനെ ഫോളോ ചെയ്യുക. അതായത് അറിവ് എന്നുള്ളത് നമ്മൾ കരസ്ഥമാക്കണം, പക്ഷെ അറിവിന്റെയും അടിമയാകരുത്. അതിനു പകരം വെളിപാടുകളെയാണ് ഫോളോ ചെയ്യേണ്ടത്. ബിക്കോസ് ഈ വെളിപാടുകൾ വരുന്നത് നമ്മുടെ ആത്മാവിലൂടെയാണ്, നമ്മുടെ ഇൻറ്റ്യൂഷനിലൂടെയാണ്. നമ്മൾ സൃഷ്ടാവിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റ്യൂഷൻ അതിശക്തമാകുന്ന മുൻപുള്ള പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റ്യൂഷൻ ശക്തമാവുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ മൂന്നാം കണ്ണ് ശക്തമായിട്ട് തുറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. നമ്മുടെ വിഷന് പുതിയൊരു ക്ലാരിറ്റി ലഭ്യമാവുകയും ചെയ്യും. അപ്പം നമുക്ക് തിരിച്ചറിയാനും വേർതിരിച്ചറിയാനായിട്ടും സാധിക്കും വാട്ട് ഈസ് കമ്മിങ് ഫ്രം ഗോഡ്, അല്ലെങ്കിൽ സത്യത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും വരുന്നതായിട്ടുള്ള അതിൻ്റെ ഒക്കെ ആ ഒരു മൂർത്തഭാവമായിട്ടുള്ള സൃഷ്ടാവിൽ നിന്ന് വരുന്നതായിട്ടുള്ള കാര്യം എന്ത്, എൻ്റെ മനസ്സിൻ്റെതായിട്ടുള്ള ഇമ്പൾസിവിറ്റി അല്ലെങ്കിൽ ഇന്റൻഷൻസി എന്ന് വരുന്ന കാര്യം എന്താണ്, എൻ്റെ ചുറ്റിനുമുള്ള ആളുകളുടെ
സ്വാധീനത്താൽ എന്നിലൂടെ കടന്നു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഫർമേഷൻ യു മസ്റ്റ് ഫോളോ ദ റെവലേഷൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേ ഫോളോ റെവലേഷൻ എന്നുള്ളതാണ്. അത് മനസ്സിന്റെ തോന്നലുകളല്ല. മനസ്സിന്റെ തോന്നലുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊരു മാനസിക പ്രശ്നം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകും. മാനസിക പ്രശ്നമുള്ള അവസ്ഥയിൽ അതിനുള്ള ചികിത്സയിലേക്കാണ് പോകേണ്ടത്. മറിച്ച് ഞാൻ പറയുന്നത് ആത്മീയതയും മാനസിക അവസ്ഥയുടെ തലങ്ങളും കൃത്യമായിട്ട് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കണം. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഞാൻ വരും ഒരു വീഡിയോയിൽ സംസാരിക്കാം. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നതിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് പലർക്കും ഇത് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. ഒരു സ്പിരിച്വൽ എലമെന്റ് എന്ന് പറയുന്ന സമയത്ത് അത് അത്യുന്നതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, അല്ലാതെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് മെസ്സപ്പ് ആവുന്ന ഒരു അവസ്ഥയല്ല. അപ്പോൾ മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് 6 മാസമോ അതിലധികമായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാർക്കും അത് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. അതിന്റെ ലക്ഷണങ്ങൾ പിന്നീട് വിശദമാക്കാം, ഇപ്പൊ ഇതിൽ വിഷയം അതല്ലാത്തത് കൊണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതായത് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിന്റെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും, അല്ലെങ്കിൽ അതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മെസ്സപ്പ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത്, ഈ അവേക്കനിങ്ങിന്റെ സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും പക്ഷെ അതിനുശേഷം മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ, ലെസൺസ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ നമുക്ക് ജീവിതത്തിൽ കയറ്റങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്പിരിച്വാലിറ്റിയുടെ പാത്തിലൂടെ നടക്കുന്ന സമയത്ത് കുടുംബത്തെയും ബന്ധങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് ബ്രഹ്മചര്യത്തിലേക്ക് പോകുന്ന ആ ഒരു സ്പിരിച്വാലിറ്റി അല്ല ഞാൻ പറയുന്നത്. സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ഏകാഗിയായിട്ട് ജീവിക്കുന്ന ഒരാൾക്കോ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് നമ്മുടെ വീഡിയോകളിൽ സംസാരിക്കുന്നത്. ഒരുപാട് വീഡിയോകളിൽ കൂടെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെയൊക്കെ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു മതം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് പോകണം എന്നുള്ളതാണ്. കാരണം ഇനി അത് മാത്രമേ നമ്മുടെ ഈ ലോകത്തിന് സൊല്യൂഷൻ ഉള്ളൂ, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുള്ളൂ. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് കൊലപാതകങ്ങൾക്കും യുദ്ധങ്ങൾക്കും മതം കാരണമായിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോഴാണെങ്കിലും മതമാണ് വർഗീയതയുടെയും വിഭജനത്തിന്റെയും അടിസ്ഥാന കാര്യമായിട്ട് പ്രവർത്തിക്കുന്നത്, ഈ നാഷണൽ ബൗണ്ടറീസിന് അപ്പുറത്തേക്ക്. അപ്പം മതത്തിനെയും രാഷ്ട്രീയത്തിനെയും അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ബൗണ്ടറീസിനും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ചേരിതിരിവുണ്ടാക്കിയിട്ട് തമ്മിലടിപ്പിക്കുകയാണ് മനുഷ്യരാശിയെ കൊണ്ട്. അതിന്റെ പിന്നിൽ പല ബിസിനസ്സുകളും രഹസ്യങ്ങളും ഉണ്ടാകും. ഇത്തരത്തിലുള്ള പാറ്റേൺസ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആകും. അപ്പോൾ എന്തുകൊണ്ടൊരു യുദ്ധം ഉണ്ടാകുന്നു, അതിന്റെ പിന്നിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതാണോ ആ യുദ്ധത്തിന്റെ ബാക്കിലുള്ള യഥാർത്ഥ കാരണം എന്നൊക്കെ ഉള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയോ തരുന്ന ടീച്ചിങ് അതേപടി എടുത്ത് വിഴുങ്ങരുത്, അവൻ വിഡ്ഢിയാണ്. മറിച്ച് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയാലും റിലീജിയൻ ആയാലും ഇതിനപ്പുറത്തേക്ക് കയറി വരിക എന്നുള്ളതാണ് പ്രബുദ്ധത എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ വോട്ടവകാശം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. കാരണം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരാൾക്ക് വോട്ട് കൊടുക്കുകയാണെങ്കിൽ സുവ്യക്തമായിട്ടുള്ളൊരു കാരണമോ ഉണ്ടാകണം, അപ്പാർട്ട് ഫ്രം ഈ പറയുന്ന വർഗീകരണങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഇന്ന് ഈ ആധുനിക കാലത്ത് പോലും നമ്മൾ കാണുന്നുണ്ട് നിറത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, അല്ലെ? അപ്പം ഓരോ രീതിയിലും മനുഷ്യരാശിയിൽപ്പെട്ട ആളുകൾ ഓരോ വിഭാഗത്തിലായിട്ട് വരുന്നത്, അത് പ്രകൃതിയുടെ ഒരു തെരഞ്ഞെടുപ്പും പ്രവർത്തനവുമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ പോലും പറയുന്ന ഒരു ശോഷിച്ച അവസ്ഥയിലേക്ക് പല ആളുകളുടെയും ബ്രെയിൻ അല്ലെങ്കിൽ പല ആളുകളെ എത്തിച്ചേരുന്നത് എന്താണ് ഇത്ര ആധുനിക കാലമായിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം നോക്കി പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളാണ് അവിടെ വരിക. അവിടെ ചിലപ്പോൾ മതം ഉണ്ടാകും, ജാതി ഉണ്ടാകും, രാജ്യത്തിന്റെ അതിർവരമ്പുകൾ ഉണ്ടാകും. ഈ മതങ്ങൾ എല്ലാം നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നാവുന്ന പല ആൾക്കാർക്കും ഒരു വിശ്വാസമുണ്ട്. പക്ഷെ ഈ മതങ്ങൾക്കുള്ളിൽ തന്നെ പിന്നെ വിഭാഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഏത് മതം എടുത്തു നോക്കിയാൽ അതിനുള്ളിൽ 10ഓ 20ഓ സബ് കാറ്റഗറീസ് ഉണ്ട്. ഈ സബ് കാറ്റഗറീസ് എല്ലാം കൂടെ ഒന്നാവുമോ? ഇല്ല. കാരണം ഓരോരുത്തരും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ പെർസ്പെക്റ്റീവിലാണ് മനസ്സിലാക്കുന്നത്, അല്ലെ? അപ്പൊ മതഗ്രന്ഥങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഓരോ പെർസ്പെക്റ്റീവിലാണ് ആളുകൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ആളുകൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതായത് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഫ്രം ദെയർ ലെവൽ ഓഫ് പെർസെപ്ഷൻ എന്നുള്ളതാണ്. ഇത് മതത്തിന്റെ വലിയ കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും, ഞാൻ ഈ പറയുന്ന ഓരോ വാക്ക് പോലും ഇത് കേൾക്കുന്ന ആയിരക്കണക്കിനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ ഉള്ള ആളുകൾ അവരുടേതായിട്ടുള്ള പെർസെപ്ഷന്റെ ലെവലിൽ വെച്ചിട്ടാണ് റിയലൈസ് ചെയ്യുന്നത്. സോ ഞാൻ കാട് കയറി പോകുന്നതല്ല, പറയണം എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സോ ഇവിടെ ഞാൻ ഈ പ്രത്യേകതകൾ മാത്രമല്ല, ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് ഇതൊന്ന് വിശകലനം ചെയ്യാണ് വളരെ വിശദമായിട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന യാതൊരുവിധ സ്വാധീന വലയങ്ങൾക്കും അപ്പുറത്തേക്ക് നമ്മുടെ ഇൻറ്റ്യൂഷൻ, നമ്മുടെ ഇമ്പൾസ് അല്ല, നമ്മുടെ ഇൻറ്റ്യൂഷൻ, ആത്മീയ നിറവിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ അത്രയും കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നതായിട്ടുള്ള ആ കാര്യത്തിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്
സൃഷ്ടാവ് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഐസൊലേഷൻ എന്ന് പറയുന്നത്. ആത്മീയതയുടെ പാതയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലൂടെ നടന്നു തുടങ്ങുന്ന സമയത്ത്, ആത്മീയതയുടെ പാതയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഗുരുവിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ അംഗമാകേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ ചേരേണ്ട ആവശ്യം ഒന്നുമില്ല. നിങ്ങളായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിനൊരു സ്പിരിച്വൽ കോൾ ഉണ്ടെങ്കിൽ, ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ നിങ്ങൾ നടക്കുവാനായിട്ട് ആരംഭിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആത്മീയതയിലേക്ക് എത്തി എന്നുള്ളതാണ്. അവിടെ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ആശീർവാദങ്ങളും നിങ്ങൾക്ക് വേണ്ട പട്ടവും എല്ലാം സൃഷ്ടാവ് നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളത് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ആളുകൾക്ക് ഒറ്റപ്പെടുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചിലര് ഈ ഒറ്റപ്പെടൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്പിരിച്വാലിറ്റിയുടെ പാത്തിലേക്ക് എൻറ്റർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഈ ഐസൊലേഷൻ എന്ന് പറയുന്നത് ഒരു പർപ്പസീവായിട്ട് കിട്ടുന്ന ഒരു കാര്യം പോലെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ആളുകളുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് കണ്ട സമയത്തുമൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് ഐസൊലേഷന്റെ സമയത്ത് നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്നുള്ള നമ്മുടെ കണക്ഷൻ കുറയുകയാണ്. ചിലപ്പോൾ നമ്മൾക്ക് ഏറ്റവും നമ്മളോട് അടുപ്പമുണ്ടായിരുന്ന ആൾ പോലും ആ ഒരു സമയത്ത് നമ്മളോടൊപ്പം ഉണ്ടാവുകയില്ല. ബട്ട് ആ സമയത്ത് റിയലൈസ് ചെയ്യുകയാണ് സൃഷ്ടാവ്, ദ ക്രിയേറ്റർ ഈസ് ഓൾവേസ് വിത്ത് യു എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ സൃഷ്ടാവിനോട് സ്നേഹത്തോടെ സംസാരിക്കും, ദുഃഖത്തോടെ യാചിക്കും, ചിലപ്പോൾ ദേഷ്യത്തോടെ പോലും സംസാരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കതവിടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അല്ലെ, ഒരു ചെറിയ പിഞ്ചു കുഞ്ഞു പോലെയാണ് സൃഷ്ടാവിന്റെ മുൻപിൽ നമ്മൾ. ആ കുഞ്ഞിന് ചിലപ്പോൾ സന്തോഷം വരും, ദേഷ്യം വരും, ദുഃഖം വരും. ആ കുഞ്ഞിനത് ഫ്രീ ആയിട്ട് അതിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെ, ആ ഒരു അവസ്ഥയിൽ തന്നെ നമ്മൾ സൃഷ്ടാവിന്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പക്ഷേ നമ്മൾ അപ്പോൾ സൃഷ്ടാവുമായിട്ട് ചിലപ്പോൾ നമുക്കൊരു പിണക്കം ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്, ഒരിക്കലും നമ്മൾ വൺസ് സൃഷ്ടാവുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ പാത്തിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓൾവേസ് ആ ഒരു പ്രൊട്ടക്ഷൻ പവർ നമ്മൾക്ക് ഉണ്ടാവുന്നതാണ്. ഈ സൃഷ്ടാവിന്റെ പ്രൊട്ടക്ഷൻ പവറിനെ പല ആളുകൾ ഏഞ്ചൽസ് ആയിട്ടും അല്ലെങ്കിൽ ഒരു എനർജി ആയിട്ടും അല്ലെങ്കിൽ ശക്തമായ ഓറയായിട്ടും ഒക്കെ കാണാറുണ്ട്. സോ ദിസ് പ്രൊട്ടക്റ്റീവ് പവർ ഈസ് ദെയർ ഓൾവേസ് വിത്ത് യു എന്നുള്ളത് അടുത്തതായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. പ്രധാനമായിട്ടും ഈ ഐസൊലേഷൻ നമുക്ക് കിട്ടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടി തന്നെയാണ്. യു ആർ ലുക്കിംഗ് വിത്തിൻ. നമ്മൾ എപ്പോഴും ഒറ്റപ്പെടുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും, പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ധ്യാനം ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ണടച്ചാണെങ്കിലും ഉള്ളിൽ പറയുകയാണെങ്കിലും ഒക്കെ നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. സോ എത്രമാത്രം വൈഡായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ തലങ്ങൾ എന്നുള്ളത് നമുക്ക് ആ അവസരത്തിൽ മനസ്സിലാകുകയും ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആത്മീയതയുടെ പാതയിൽ കൂടി നല്ല രീതിയിൽ നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. യാതൊരു സംശയവുമില്ല, നിങ്ങളുടെ ഉള്ളിലെ തന്നെ നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ നിങ്ങൾ വൺസ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ഒറ്റപ്പെടലിന്റെ സമയത്ത് സെൽഫ് ഡിസ്കവറിക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു തിരിച്ചടിയായിട്ട് തോന്നുകയാണെങ്കിൽ അത് നമ്മുടെ ആത്മാന്വേഷണത്തിന് വേണ്ടി, സ്വയം എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുക. അടുത്തതായിട്ട് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യം, ഈ ഒറ്റപ്പെടലുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുൻപോ ശേഷമോ ഒക്കെ ആയിട്ടാണ് ഇത് സംഭവിക്കുന്നത്, ഒറ്റിക്കൊടുക്കലുകൾ എന്ന് പറയും. നിങ്ങൾ ഏറ്റവും വിശ്വസിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളെ തള്ളി പറയുന്ന അവസ്ഥകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തീർച്ചയായിട്ടും സൃഷ്ടാവുമായിട്ട് അടുക്കുക എന്നുള്ളതാണ്. കാരണം സൃഷ്ടാവ് ഒരിക്കലും നിങ്ങളെ തള്ളി പറയുകയില്ല. വൺസ് ആ ഒരു ശക്തിയുടെ ഒപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു ശക്തി വിജയത്തിലേക്കും ഉന്നതമായിട്ടുള്ള ആത്മീയ തലങ്ങൾ ആക്സസ് ചെയ്യുന്നതിലേക്കും എത്തിച്ചു ചേർക്കും എന്നുള്ളതാണ്. സോ അൾട്ടിമേറ്റ് ലോയൽറ്റി ആൻഡ് ലവ് കംസ് ഫ്രം ഗോഡ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ക്ഷമിക്കപ്പെട്ടുകൊണ്ട്, ഇത് ഏതെങ്കിലും ഒരു ജലത്തിൽ പോയി മുങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ആരോടെങ്കിലും പോയി രഹസ്യമായിട്ട് പറയുന്ന സമയത്തോ ഒന്നുമല്ല തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അതുമായിട്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ആ തെറ്റ് നമുക്ക് ഭാവിയിലേക്ക് ചെയ്യാതിരിക്കാനായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ എക്സസൈസ് ചെയ്ത് ശക്തിപ്പെടുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുന്ന സമയത്താണ് ആ പശ്ചാത്താപത്തിന്റെ പ്രോസസ്സ് പൂർണ്ണമാകുന്നത്. അപ്പൊ ആ പശ്ചാത്താപം ഏതെങ്കിലും മതം പറയുന്ന കുറെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്ന പോയിന്റ്സിൽ കൂടെ കടന്നു പോകുമ്പോഴല്ല, ഇത് നിങ്ങളുടെ ഉള്ളിൽ ആന്തരികമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വേറെ ആർക്കും ഇൻസിസ്റ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കില്ല. ഒരാൾക്ക് വേണേൽ ജസ്റ്റ് ഒരു ഗൈഡൻസോ ഒരു ലൈറ്റോ തരാൻ പറ്റും, ബട്ട് ദ റെസ്റ്റ് ബിലോങ്സ് ടു യു. അത് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങളല്ലാതെ നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് ആർക്കാണ് സാധിക്കുക? നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ആ മാറ്റത്തിനെ പെർമനന്റ് ആയിട്ട് നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എത്ര തരത്തിലുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും വൺസ് നിങ്ങൾ ഇതിൽ പശ്ചാത്തപിച്ച് ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൃഷ്ടാവ് നിങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് നോ ഗോയിങ് ബാക്ക്. സൃഷ്ടാവിന്റെ ട്രസ്റ്റും ലോയൽറ്റിയും എല്ലാം എപ്പോഴും നിങ്ങളിലും ഉണ്ടായിരിക്കും. പലരും പറയാറുണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം, ഫോഴ്സ് ചെയ്യാറുണ്ട്. ഈ ഫോഴ്സിൽ നമ്മൾ പാത്രമാകേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തിൽ മാത്രമല്ല വിശ്വസിക്കുന്നത്,
ദൈവം നമ്മളിലും വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ധ്യാനവും പ്രാർത്ഥനയും ഒന്നും ഫോഴ്സ് ചെയ്ത് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ല. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇൻട്രിൻസിക് ആയിട്ട് വന്ന് ഓപ്പൺ അപ്പ് ആവേണ്ട കാര്യമാണ്. ഒരു ചെടിയിൽ ആ ചെടി വളർന്ന് പൂ വിരിയുന്നത് പോലെ. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഭൂമിയിൽ മാറ്റം വരുത്താനായിട്ട്, നന്മ ചെയ്യാനായിട്ട് സൃഷ്ടാവ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ സ്പിരിച്വൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കാം. ചിലർക്ക് സ്പിരിച്വലി മോട്ടിവേറ്റഡ് ആയിട്ട് എഴുതാനുള്ള കഴിവായിരിക്കാം, ചിലർക്ക് സംസാരിക്കാനുള്ള കഴിവായിരിക്കാം, ചില ആളുകൾക്ക് മീനിങ് ഫുൾ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൗൺസിലിംഗ് കപ്പാസിറ്റി ആയിരിക്കാം, ചില ആളുകൾക്ക് മറ്റുള്ളവരെ ഫിസിക്കലി ഹീൽ ചെയ്യാനുള്ള ഒരു ഡോക്ടറോ നേഴ്സോ ഒക്കെ ആയിട്ട് അതിൽ നല്ല രീതിയിൽ പ്രശോഭിച്ച് പോകാൻ പറ്റുമ്പോഴാണ് അവിടെ സ്പിരിച്വാലിറ്റി വർക്കൗട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു സാധാരണ ഡോക്ടർ, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു പാവപ്പെട്ടവനെ ഓപ്പറേഷൻ ചെയ്തിട്ട് അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ഇവരുടെ എന്തോ ടൂൾസ് മറന്നു പോവുകയോ ഇട്ടിട്ട് തുന്നി കെട്ടിവിടുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊന്നും അല്ല സ്പിരിച്വാലിറ്റി വർക്ക് ചെയ്യുന്നത്. ചില സമയത്ത് ആളുകൾ ചില ഡോക്ടർമാരെയൊക്കെ അന്വേഷിച്ച് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം മരുന്ന് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം അത്രയും ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം സൈൻ ആൻഡ് സിംറ്റംസ് ഇവാലുവേറ്റ് ചെയ്യുന്നതും അവരുടെ കേസ് ഹിസ്റ്ററി പഠിക്കുന്നതും അവരുടെ ശരീരത്തിനും മറ്റ് ആസ്പെക്ട്സിനും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മരുന്ന് കൊടുക്കുന്നതും ഒക്കെ. ഇതൊന്നും ഒരു പാഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുകയില്ല. അതിനൊക്കെ തീർച്ചയായിട്ടും അവരുടെ കർമ്മത്തിൽ ഒരു സ്പിരിച്വൽ എലമെന്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഹീലിംഗ് എബിലിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലിംഗ് എബിലിറ്റീസ് ആയിരിക്കാം. ചില ആളുകൾക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. അതെന്തെങ്കിലും ഒരു തോന്നലിന്റെ പുറത്ത് ഹാലൂസിനേഷനെ ഡെല്യൂഷനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്ന മാനസിക പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലല്ല. അത് എപ്പോഴും ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഇത് തെറ്റിദ്ധരിക്കുന്നുണ്ടെന്നുള്ളതാണ്. മറിച്ച് അവർ പറയുന്നത് കൃത്യമായിട്ട് നടക്കും. അവർ വലിയ കാര്യങ്ങളല്ലേ സംസാരിക്കാറുള്ളൂ, ആവശ്യമുള്ളപ്പോൾ മാത്രമേ അത്തരം കാര്യങ്ങൾ പറയാറുള്ളൂ. അത് ചിലപ്പോൾ ഒരു ഉപദേശത്തിന്റെ രൂപേണയായിരിക്കാം, ഒരു സജഷന്റെ രൂപേണയായിരിക്കാം. എപ്പോഴും നല്ലതൊരു സജഷൻ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നത് പോലെ ആളുകളിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. കാരണം ആളുകൾക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാളും താല്പര്യം അവർക്ക് സജഷൻസ് കിട്ടി അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് കിട്ടി കഴിയുമ്പം അത് അവരുടെ ഉപബോധ മനസ്സിലേക്ക് പോവുകയും അത് അവർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. സോ ആളുകൾക്ക് വെളിച്ചമേകുക എന്നുള്ളത് നിങ്ങളുടെ തന്നെ ഒരു ഇന്റൻഷൻ ആയിട്ട് മാറുകയാണ്. ലൈഫ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ജീവൻ കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ തന്നെ ഒരു ആവശ്യമായിട്ട് മാറുകയാണ് സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് വരുന്ന സമയത്ത്. അപ്പൊ ഇത്തരത്തിലുള്ള എയ്ഡ്സ് അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ, സിദ്ധികൾ എന്നുള്ളത് സ്പിരിച്വൽ വേൾഡിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സെലക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുക തന്നെ ചെയ്യും. ചില ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒട്ടും മനസ്സിലാകുന്ന പോലും ഉണ്ടാകുന്നില്ല. പക്ഷെ അത് ദേ വിൽ ഓൾസോ ബി കോൾഡ്. എല്ലാവർക്കും വിളിയുണ്ട്, പക്ഷെ അതിന്റെ സമയം വ്യത്യസ്തമാണെന്നുള്ളതാണ്. ചിലപ്പം അത് ഈ ലൈഫ് ടൈമിൽ നിന്നല്ല, കഴിഞ്ഞ ലൈഫിലോ വരാനിരിക്കുന്ന ലൈഫിലോ ഒക്കെ ആകാം. ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്. ഞാൻ പറഞ്ഞു, സൃഷ്ടാവിനെ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ സൃഷ്ടാവ് നിങ്ങളെയും വിശ്വസിക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു ഉയർന്ന അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ സംജാതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറയാണ്, ദർ ഈസ് നോ ഗോയിങ് ബാക്ക്. അത് തന്നെയാണ് അടുത്ത പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. അതായത് നന്മ ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സൃഷ്ടാവുമായിട്ട് വൺസ് ഉണ്ടായിട്ടുള്ള ആ ഒരു കണക്ഷനെ ബ്രേക്ക് ചെയ്യുകയില്ല. കാരണം സൃഷ്ടാവുമായിട്ട് നിങ്ങൾ വെൽ കണക്റ്റഡ് ആണ്, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സൃഷ്ടാവിനെ സ്നേഹിക്കുന്നുണ്ട്, സൃഷ്ടാവ് നിങ്ങളും ഒന്നാണ് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു സിംഗുലാരിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ എൻലൈറ്റൻമെന്റിൽ കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റാറ്റിക് ഫീലിംഗ് ഉണ്ടാകുന്ന അവസ്ഥയിലായിരിക്കാം, അതർ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഉണ്ടാകുന്ന അവസ്ഥയിലായിരിക്കാം. എപ്പോഴും അങ്ങനെ തോന്നിക്കണമെന്നില്ല. എപ്പോഴും അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഋഷിവര്യന്മാരൊക്കെ ആകുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ രമണ മഹർഷിയെ പോലെയോ അല്ലെങ്കിൽ വിവേകാനന്ദനെ പോലെയോ ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഇന്ന് നമുക്ക് ഒരുപാട് മനുഷ്യ ദൈവങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആൾ ദൈവങ്ങളുടെ പുറകെ പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ തന്നെ ദൈവത്തിലേക്കുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേറെ ആരുടെ സഹായവുമില്ല. ഒരു സാധാരണ അവസ്ഥയിലുള്ള കുടുംബമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഇടനിലക്കാരന്റെ ആവശ്യമുണ്ടോ? അയൽവക്കത്തു നിന്നുള്ള ആളോ അല്ലെങ്കിൽ അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്നുള്ള ആളുടെയോ ആവശ്യമില്ല. തീർച്ചയായിട്ടും സൃഷ്ടാവും നിങ്ങളും, നിങ്ങൾ ഇവിടെ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കും ഒരു കാരണമുണ്ടല്ലോ. ഇതിലെ ആദ്യ ജീവനായിട്ട് ഉടലെടുക്കുന്ന ആ കാലം തൊട്ട് ഓരോ മനുഷ്യനും ഓരോ സമയത്തും ഈ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഒരു ഊർജ്ജ സ്രോതസ് കാരണമായിട്ടുണ്ട്.
ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒരു ഊർജ്ജ സ്രോതസ്. അപ്പൊ ആ ഊർജ്ജ സ്രോതസ് ആണ് സൃഷ്ടാവെന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമുക്ക് ചിലപ്പോൾ ഒരു പരിധി വരെ സയന്റിഫിക്കലി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ പൂർണ്ണമായിട്ടുള്ള അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ, അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഒരു ജ്ഞാനോദയത്തിന്റെ അവസ്ഥയിൽ കൂടെ, അല്ലെങ്കിൽ ഈ പറയുന്ന റിയലൈസേഷൻസിൽ കൂടെ, സ്പിരിച്വൽ എക്സ്പീരിയൻസസിൽ കൂടെ ഇൻറ്റ്യൂറ്റീവ് ആയിട്ട് മാത്രമേ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കതിന് പ്രൂഫ് കാണിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ പല ആളുകളും ദൈവത്തിനെ കുറിച്ചിട്ടുള്ള തെളിവുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ ദൈവം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരാനുള്ള മനോബലം കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു ശക്തിയല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനു വേണ്ടി മാത്രമുള്ള ഒരു ശക്തിയല്ല. തീർച്ചയായിട്ടും പ്രയർ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ മനുഷ്യന്റെ വെൽബീയിങ്ങിൽ അത്യന്താപേക്ഷിതമാണെന്ന് സയൻസ് തന്നെ പ്രൂവ് ചെയ്യുന്നത് അറിയാത്ത ആൾക്കാരാണ് ഇങ്ങനെ മെഡിറ്റേഷനെയൊക്കെ തള്ളി പറയുന്നത്. വലിയ വലിയ ചില എത്തീസ്റ്റിക് ആയിട്ടുള്ള ആളുകളൊക്കെ മെഡിറ്റേഷനെയൊക്കെ തള്ളി പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മെഡിറ്റേഷനൊക്കെ വളരെ ചെറിയ കാര്യമാണെന്നുള്ള രീതിയിൽ. കാരണം ഇവർക്ക് റിസർച്ചസ് കറന്റ്ലി മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് എത്രയെണ്ണം എവിടെയൊക്കെ നടക്കുന്നുണ്ട്, ഇതിൽ നിന്നൊക്കെ എന്തൊക്കെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് യൂറോപ്യൻ കൺട്രീസിൽ പലതിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പോലും യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പല സ്കൂളുകളിലും നിർബന്ധിതമാക്കിയിട്ടുള്ള ഓർഡർ കൊടുത്തത്, ഇതൊക്കെ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ സംസാരിക്കുന്ന സമയത്ത്. അത് മാത്രമല്ല, ഞാനിപ്പോൾ കണ്ടിട്ടുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു വാർത്തയാണ്. ഞാനത് വായിക്കുന്ന സമയത്ത് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി. ഇപ്പോൾ സ്കൂളുകൾ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറീസിന്റെയോ അല്ലെങ്കിൽ കാത്തലിക് ഗ്രൂപ്പിന്റെയോ ഒക്കെ അണ്ടറിലുള്ള സ്കൂളുകളിലൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ചൊല്ലി പഠിക്കുവാനുള്ള അവസരം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇറിലീജിയസ് ആയിട്ടുള്ള പ്രയർ റൂം കൊടുക്കുന്നു. ഓരോരുത്തരുടെ റിലീജിയൻസിനെ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. വളരെ വലിയൊരു മൂവ്മെന്റ് ആണിത്. ഏതു മതങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകളായാലും കോളേജുകളായാലും ഒക്കെ ഇത്തരത്തിൽ ഒരു സെക്യുലറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള, കാരണം വർഗീയതയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരും തലമുറ ചെറുപ്പം തൊട്ടേ നമ്മുടെ ഭരണഘടനയെക്കുറിച്ചും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മതങ്ങൾ തമ്മിലുണ്ടാകുന്ന സെക്യുലറിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥയെക്കുറിച്ചും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എല്ലാ മതങ്ങളെയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു മതവും നമുക്ക് തൊട്ടുകൂടായികയിലുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ മതത്തിന് അടിപ്പെടുന്നതിനപ്പുറത്തേക്ക് മനുഷ്യത്തിൽ നിന്ന് ദൈവത്വത്തിലേക്കും ഉയരേണ്ടതാണ് എന്നുള്ളത് നമ്മുടെ വരും തലമുറ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അങ്ങനെ കളക്റ്റീവായിട്ടുള്ള ഒരു എൻലൈറ്റൻമെന്റ് നമുക്ക് സാധ്യമാകും എന്ന് ആശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.